വിധിയെന്ന് പറഞ്ഞാൽ 1 മുതൽ 7 വരെ പ്രതികളെയാണ് രാവിലെ കുറ്റക്കാരാണെന്ന് പറഞ്ഞത്. പ്രോസിക്യൂഷൻ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരം ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നത് കോടതിയോട് ആവശ്യപ്പെട്ടോ ആ ചാർജ് ഷീറ്റ് വരെയുള്ള എല്ലാ വകുപ്പുകൾ പ്രകാരവും ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 1 മുതൽ 7 വരെ പ്രതികളെ സെക്ഷൻ 302 വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവും ഓരോ പ്രതിയും 50,000 രൂപ പിഴയും. പിന്നെ ഇതിനകത്ത് 7ാം സാക്ഷി മോഹൻലാലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. മോഹൻലാൽ ഈ കേസിൽ കൂറുമാറിയെങ്കിൽ പോലും മോഹൻലാലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കുറ്റത്തിന്, അതായത് 307 വകുപ്പ് പ്രകാരം എല്ലാ പ്രതികളെയും 10 വർഷം തടവും ഓരോ പ്രതിയും 20,000 രൂപ പിഴ കൊടുക്കാനായിട്ട് കോടതി ഉത്തരവായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലതേഷൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക് പോകും. ഈ ലതേഷിനെ അതിഭീകരമായി 25 പരിക്കുണ്ട്. ലതേഷിൻ്റെ ശരീരമാസകലം ഈ ഗ്രീവിയസ് ഇഞ്ചുറി എന്ന് പറയും. അതിഭീകരമായ പരിക്കേൽപ്പിച്ച കുറ്റത്തിന് സെക്ഷൻ 306 പ്രകാരം എല്ലാ പ്രതികളും 326 പ്രകാരം എല്ലാ പ്രതികൾക്കും 10 വർഷം തടവും 10,000 രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട്. പിന്നെ അന്നത്തെ ദിവസം ആ കടപ്പുറത്ത് ആകെ ബോംബെറിഞ്ഞ് ഭീകരാന്തം സൃഷ്ടിച്ച് പല വീടുകളും ബോംബെറിഞ്ഞ് നശിപ്പിച്ച് 3 സാക്ഷികളെ ബോംബെറിഞ്ഞ് പരിക്കേൽപ്പിച്ച കുറ്റത്തിന് പ്രതികളെ ശിക്ഷിക്കണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. ആ കുറ്റത്തിന് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ടിൻ്റെ സെക്ഷൻ 3 പ്രകാരം ഓരോ പ്രതിക്കും 10 വർഷം തടവും 50,000 രൂപ പിഴയും, സെക്ഷൻ 5 പ്രകാരം ഓരോ പ്രതിക്കും 5 വർഷം തടവും 10,000 രൂപ പിഴയും. പിന്നെ സെക്ഷൻ 143, 147, 148, 141, 149 ഒക്കെ പ്രകാരം ചെറിയ ചെറിയ ശിക്ഷകളുണ്ട്. ജഡ്ജ്മെൻറ്റ് ഞാൻ വായിച്ചില്ല, അതിൻ്റെ വിശദാംശം വായിച്ചില്ല. അതിന് ചെറിയ ശിക്ഷകളുണ്ട്. അപ്പോൾ അത് പ്രകാരം എന്തെല്ലാം വകുപ്പുകൾ പ്രകാരം പ്രതികൾ കുറ്റം ചെയ്തുവെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചുവോ ആ വകുപ്പുകൾക്കെല്ലാം കോടതി പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഈ കേസിലെ സാക്ഷികൾക്ക് വലിയ ഭീഷണി നേരിടേണ്ടി വരുന്നു, സാക്ഷികൾ കൂറുമാറുന്നു, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഈ കേസിൻ്റെ വിചാരണ, ഞാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി വന്നതിന് ശേഷം വിചാരണ തുടങ്ങിയത് 2020 ജനുവരി 8-ാം തീയതിയാണ്. ഇന്ന് വിധി വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഇത് 2026 ജനുവരി 8-ാം തീയതിയായി. 6 വർഷം ഈ കേസിൻ്റെ വിചാരണ പൂർത്തിയാവാനെടുത്തു. അതിലൊരു കാരണം അതിൻ്റെ ഇടയിൽ കോവിഡ് വന്നു എന്നുള്ളതാണ്. പക്ഷേ അടുത്ത പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിരവധി ആളുകൾ കാണുക, സ്ത്രീകളും കുട്ടികളടക്കം നിരവധി ആളുകൾ കാണുക, വൈകിട്ട് 5 മണിക്ക് വെച്ച് കടപ്പുറം എന്ന് പറഞ്ഞാൽ അത്ര തുറസായ സ്ഥലത്ത് ഈ സംഭവം നടന്ന് ഒരുപാട് ആൾക്കാർ ഇത് വിറ്റ്നസ്സായിട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ കൊണ്ടുവന്നെങ്കിലും നിരവധി ആളുകൾ, ഭൂരിഭാഗം ആളുകളും വിചാരണയ്ക്ക് വരാൻ കോടതി വന്ന് പ്രതികൾക്കെതിരെ മുഴുവൻ തയ്യാറാവുന്നില്ല. കാരണം അവർക്കെല്ലാം വധഭീഷണിയായിരുന്നു. അത് പല ഘട്ടങ്ങളിലും നമ്മൾ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാക്ഷികളെ വിചാരണയ്ക്ക് കിട്ടാനുണ്ടായ കാലതാമസം, അവരുടെ പ്രതികളുടെ ഭീഷണി മൂലം ഉണ്ടായ കാലതാമസമാണ് വിചാരണ വൈകാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം. ആ ഭീഷണി മുഖാന്തരമാണ് വളരെ മരണകരമായ പരിക്ക് പറ്റിയ സാക്ഷികൾ പോലും കോടതി വന്ന് കൂറുമാറിയത്. വെറുതെ വിട്ട പ്രതികളുടെ കാര്യത്തിനകത്ത് തെളിവുണ്ട്, മേൽക്കോടതിയെ സമീപിക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. പിന്നെ ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെ വേണമെന്നുള്ളത് വിധി പഠിച്ചതിന് ശേഷം തീരുമാനിക്കും. ശിക്ഷിച്ച പ്രതികളുടെ കാര്യത്തിനകത്ത് പ്രോസിക്യൂഷൻ വളരെ ആവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും കോടതി മനസ്സിലാക്കി അത് നടപ്പിലാക്കി എന്നുള്ളതാണ് ആ ശിക്ഷിച്ച പ്രതികളുടെ കാര്യത്തിൽ പ്രോസിക്യൂഷൻ്റെ തീരുമാനം.